ജ്യോതിഷ ദർശനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അത്തം നക്ഷത്രത്തിന് ഈ 2026 എന്താണ് അത്തം നക്ഷത്രക്കാരുടേതായിരിക്കുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത്തം നക്ഷത്രം ഒരു വളരെ സാത്വികമായ നക്ഷത്രം, ദേവഗണ നക്ഷത്രമാണ്. അത് കന്യക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് ആദിത്യനാണെങ്കിലും ശരി, ഗണപതിയുടെ നക്ഷത്രം അത്തമാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ചരിത്രപരമായി. അപ്പോൾ ഗണപതിയെ പൂജിക്കുന്ന ഈ നക്ഷത്രക്കാർ ഗണപതിയെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. അത്തം നക്ഷത്രത്തിൻ്റെ വൃക്ഷം അമ്പഴമാണ്. അതുപോലെ തന്നെ ആ നക്ഷത്രത്തിൻ്റെ ഒരു രൂപം തന്നെ നക്ഷത്ര സമൂഹത്തിൽ ആവനാഴിയെ പോലെയാണ്. ജനനം ചന്ദ്രദശയിലാണ് അത്തം നക്ഷത്രക്കാർ ജനിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ ഒരു സവിശേഷത, പെണ്ണത്തം പൊന്നത്തം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത്തത്തിൻ്റെയും കാലുള്ള നക്ഷത്രമാണ്. കാൽ ദോഷം അത്തത്തിനും ചില പണ്ഡിതന്മാർ പറഞ്ഞ് കൽപ്പിച്ച് കേൾക്കാറുണ്ട്. എന്തായാലും അത്തം നക്ഷത്രം വളരെ സാത്വികമായിരിക്കുന്ന സാത്വികതയുള്ളൊരു നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗണപതി പ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല കലാകാരന്മാർ, നല്ല വാക്ചാതുര്യമുള്ളവർ, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവർ ഒക്കെ തന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ നല്ല നീതിന്യായ മേഖലയിലുള്ള ജുഡീഷ്യറിയുടെ ഭാഗമായി നിൽക്കുന്ന ന്യായാധിപന്മാരൊക്കെ തന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സവിശേഷതകളുള്ളവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 എങ്ങനെയിരിക്കും? ഈ നക്ഷത്രം കന്യക്കൂറിൽപ്പെടുന്നതാണ്. അതിൻ്റെ 4ാമിടത്ത് നിൽക്കുന്നത്, ആ നക്ഷത്രത്തിൻ്റെ ആ കന്യക്കൂറിൻ്റെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ്. 4ാം ഭാവത്തിൽ ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനും, അതുപോലെ തന്നെ 6ൽ രാഹു, 10ൽ വ്യാഴം, 11ാമിടത്ത് 12ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ചാരവശാലുള്ള ഫലങ്ങൾ. അപ്പോൾ ഈ പൊതുവേ ഈ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുണ്ടാകാം. വിദേശ സഞ്ചാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. വൈവാഹികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തടസ്സമുണ്ടാകാം. ഇതിനൊക്കെയാണ് പരിഹാരവും പ്രതിവിധിയും വേണ്ടത്. തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഓരോ നക്ഷത്രം വരുന്ന ദിവസവും ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത്തം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ഈ 12ാമിടത്ത് കേതുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് ചാരവശാൽ നമ്മുടെ ദുർഗാക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കേതുവിന് പ്രത്യേകമായിരിക്കുന്ന വഴിപാട് കഴിക്കുക. നമ്മൾ ഈ ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. വ്യാവസായിക മേഖലയിലുള്ളവർക്ക് കൃത്യമായ സമയത്ത് നമുക്ക് ചെക്ക് പാസ്സായി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായ വരവിനെ ദോഷകരമായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാറുന്നതിന് വേണ്ടി നിരന്തരം ശനിപ്രീതികരമായ കർമ്മങ്ങൾ, ശിവക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, നവഗ്രഹ പൂജകൾ, നവഗ്രഹ പ്രീതികരമായ കർമ്മങ്ങൾ ഒക്കെ ചെയ്യുകയും ഗണപതി ഹോമം തുടർച്ചയായിട്ട് എല്ലാ അത്തം നക്ഷത്രം വരുന്ന സമയത്തും ചെയ്യുന്നത് നന്നായിരിക്കും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഈ നാളിൽപ്പെട്ടവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.